സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴും 4 ജില്ലകളിൽ നായകളെ വന്ധീകരിക്കുന്നതിനുള്ള ABC സെന്ററുകളില്ല. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ABC സെന്ററുകൾ ഇല്ലാത്തത്. ABC പ്രോഗ്രാം, വാക്സിനേഷൻ, റാബിസ് ഫ്രീ കേരള പദ്ധതികൾക്കായി ഈ സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ചിരിക്കുന്നത് 23.38 കോടി രൂപ മാത്രമാണ്. തെരുവുനായ ശല്യം അറുതിയില്ലാതെ തുടരുമ്പോഴും സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം പ്രതിരോധിക്കുന്നതിനും തെരുവുനായകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ആരംഭിച്ചിട്ടുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ശുഷ്കം. 14 ജില്ലകളിലുമായി നിലവിൽ പ്രവർത്തിക്കുന്നത് 16 ABC സെന്ററുകൾ മാത്രം. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാകട്ടെ ABC സെന്ററുകൾ ഒന്നുപോലുമില്ല. എറണാകുളം, പാലക്കാട് ജില്ലകളിൽ 3 ABC സെന്ററുകൾ വീതമുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓരോ ABC സെന്ററുകളും, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 2 വീതം ABC കേന്ദ്രങ്ങളുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇക്കൊല്ലം മാർച്ച് വരെ സംസ്ഥാനത്ത് വന്ധ്യംകരണം നടത്തിയ നായ്ക്കളുടെ എണ്ണം 11,193. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് വന്ധീകരിക്കാനായത് 1,19,672 നായ്ക്കളെ മാത്രം. വാക്സിനേഷൻ അടക്കമുള്ള മറ്റു വിവരങ്ങൾ ഇങ്ങനെ. സംസ്ഥാനത്ത് കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി തദ്ദേശ വകുപ്പ് വ്യക്തമാക്കുന്നു. പ്രവൃത്തി പരിചയമുള്ള നായ്പിടുത്തക്കാരുടെ ലഭ്യതക്കുറവ്, ഇതുമായി ബന്ധപ്പെട്ട കരാർ ജീവനക്കാർക്ക് വേതനം കൃത്യമായി നൽകാൻ കഴിയാത്തത്, അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശവാസികളുടെ എതിർപ്പ് തുടങ്ങിയവയാണ് സംസ്ഥാനത്തെ ABC പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയെന്ന് തദ്ദേശ വകുപ്പ് പറയുന്നു. അപ്പോഴും ABC പ്രോഗ്രാം, വാക്സിനേഷൻ, റാബിസ് ഫ്രീ കേരള പദ്ധതികൾക്കായി 2025-26 സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള നീക്കിയിരിപ്പ് 23,38 ലക്ഷം രൂപയാണ്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റോ പേവിഷബാധയേറ്റോ മരിക്കുന്നവർക്ക് കാര്യമായ ധനസഹായം സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല. സിരിജകൻ കമ്മിറ്റിയുടെ 43-44 റിപ്പോർട്ടുകൾ പ്രകാരം നഷ്ടപരിഹാരം നൽകിയത് 43 പേർക്ക് മാത്രം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുകയും ആശ്രിതർക്ക് ജോലി നൽകുന്നൊരു സമീപനം ഇപ്പം നിലവിലുണ്ട്. എന്നാൽ തെരുവുനായകൾ ആക്രമണത്തിൽ പരിക്കേറ്റ് പേവിഷബാധയേറ്റ് പരിക്കേൽക്കുന്നവർക്ക് കാര്യമായ ധനസഹായം ഇപ്പം ലഭിക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ പട്ടികയിൽ തെരുവുനായകൾ ആക്രമണത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മരണപ്പെടുന്നവർക്ക് 4 ലക്ഷം രൂപയെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിയിൽ പ്രകാരം കൊടുക്കാൻ കഴിയും. 4 മാസം കൊണ്ട് 1,31,244 പേർക്ക് തെരുവുനായകളുടെ കടിയേൽക്കുകയും 5 മാസത്തിനുള്ളിൽ 16 പേർ പേവിഷബാധയേറ്റു മരണപ്പെടുകയും ചെയ്തെന്ന ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിരോധം നിരാശാജനകമെന്ന് ബോധ്യപ്പെടും. സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 1,31,244 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇക്കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ പേവിഷബാധയേറ്റു മരിച്ചതാകട്ടെ 16 പേരും. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഈ കണക്കുകൾ കൂടി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിരോധം എത്രത്തോളം നിരാശാജനകമാണെന്ന് ബോധ്യപ്പെടും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിന് പദ്ധതികൾ ഒരുപാടുണ്ട്. പക്ഷെ അതെങ്ങും ഫലപ്രദമാകുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ആ റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.